പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. 24 എക്സ്ക്ലൂസീവ് വാർത്തയാണ്. ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട്. അനർഹരായി 100-ലധികം പേർ വീട് തട്ടിയെടുത്തുവെന്ന് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ഉൾപ്പെടെ തട്ടിപ്പ് നടത്തി. 27 പേരിൽ നിന്നായി ആദ്യഘട്ടത്തിൽ 1,14,00,000 രൂപയും പലിശയും റവന്യൂ റിക്കവറിയിലൂടെ തിരിച്ചുപിടിക്കും. 24 എക്സ്ക്ലൂസീവ്. LDF സർക്കാരിന്റെ അഭിമാനമായ ലൈഫ് മിഷൻ ഭവന പദ്ധതി. എന്നാൽ ഉപ്പുതറയിൽ ഇതേ LDFന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കഴിഞ്ഞ ഭരണസമിതി ലൈഫ് മിഷൻ വീടുകൾ അനുവദിച്ചത് അനർഹർക്ക്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തട്ടിപ്പിനായി എല്ലാവരും ഒന്നിച്ചു. 1.5 ഏക്കർ സ്ഥലമുള്ള CPIM അംഗവും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ VP ജോൺ ഡിവിഷൻ മെമ്പറായിരിക്കെ 3 സെന്റ് സ്ഥലം മാത്രമാണുള്ളതെന്ന് കാണിച്ച് വീട് തട്ടിയെടുത്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS ഷാൽ അനർഹമായി ലഭിച്ച വീട് നിയമം ലംഘിച്ച് 3 ഇരട്ടി വിലയ്ക്ക് വിൽപ്പന നടത്തി. ഗുരുതരമായ വീഴ്ച വരുത്തിയ ആളുകളുണ്ട്. പഴയ വീടിന്റെ പെയിന്റ് അടിച്ചിട്ട് പൈസ മേടിച്ച ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ ഫൈനൽ സ്റ്റേജ് 40,000 രൂപ കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള കുറേ കേസുകൾ ഇത് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ വിജിലൻസിന്റെ റിപ്പോർട്ടും പ്രകാരം ലഭിച്ചിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ഇന്നലെ കർശനമായ തീരുമാനം എടുക്കാനായിട്ട് തീരുമാനം ഉണ്ടാകുകയുണ്ട്. രാഷ്ട്രീയ സ്വാധീനവും ഉദ്യോഗസ്ഥ ബന്ധവും മുതലെടുത്താണ് തട്ടിപ്പെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ഭൂരിപക്ഷം പേരും ഭരണരാഷ്ട്രീയപ്പെട്ട ആൾക്കാരെ മേടിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട കേസ് മറ്റു ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ആര് ഇത് അനുകൃതമായി മേടിച്ചിട്ടുണ്ടോ അവരിൽ നിന്നും ഇതുമായിട്ട് അന്വേഷണം നടത്തി ഈ പണം തിരിച്ചു ഈടാക്കണം എന്നുള്ളതാണ് ആവശ്യം. പഴയ വീട് പെയിന്റ് അടിച്ച് പണം തട്ടിയവരും ഇക്കൂട്ടത്തിലുണ്ട്. 2022 വിജിലൻസ് അന്വേഷണത്തിൽ തട്ടിപ്പ് നടത്തിയ 27 പേർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം പഞ്ചായത്ത് നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി.